ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഒരുപാട് സമയം മാരിനേഷൻ ഒന്നും ചെയ്ത് വെക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ നല്ല ടേസ്റ്റിയാണ്. അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് ഞാൻ അടുപ്പിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു പാനിലേക്ക് ഇട്ടു വേവിക്കുകയാണ്. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഒരു സൈഡെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് മറു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേവാത്ത സൈഡ് നമുക്ക് അടിയിലേക്ക് ആക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും അതുപോലെ വേവാത്ത സൈഡ് ഒന്ന് തിരിച്ചടിയിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും ഒന്ന് വേവിക്കാം. ഇപ്പോൾ എല്ലാ പാർട്ടും വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ആവി കയറി എല്ലാം ഒരു പച്ച ഒരു ടെക്സ്ചറൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള വെള്ളം പോകുന്നതിനായിട്ടാണ് ഞാനിപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം മാറ്റി കൊടുക്കുകയാണ്. ഇത് ഒരുപാട് സമയം ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിലൊരു 7-8 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട കാര്യമേ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ആ വെള്ളത്തിൽ നമ്മുടെ മസാലകളെല്ലാം കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇതെല്ലാം മസാലകളെല്ലാം ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഒരു മസാല കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് മസാല ചേർക്കുന്നത്. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എല്ലാ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് എണ്ണ ഒഴിച്ച്, ഇത് വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നമ്മൾ സാധാരണ പൊരിക്കുന്നതിൻ്റെ കൂട്ട് മുക്കിയിട്ട് പൊരിക്കുകയൊന്നും വേണ്ട. എണ്ണയിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിടുകയാണ്. അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം നിരത്തി കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ, ഒരു 3-4 അല്ലി കറിവേപ്പിലയുടെ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നല്ലതുപോലെ ക്രിസ്പി ആവണമെങ്കിൽ നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക. അല്ലെങ്കിലും ഒരു മീഡിയം മതിയെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് സ്പൂൺ കൊണ്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പാകത്തിന് ഫ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഔട്ട് സൈഡൊക്കെ നല്ല ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് സൈഡ് ബ്രൗൺ ആണെങ്കിലും അകത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കൊരു ചിക്കൻ ഫ്രൈ നല്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാരിനേഷൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷേ ഉള്ളിലെല്ലാം മസാലയും ഉപ്പും എല്ലാം നല്ലതുപോലെ പിടിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.